സ്കൂളിൽ പഠിക്കുമ്പോൾ പണമില്ലാത്തതിന്റെ പേരിൽ വിനോദയാത്രയ്ക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. ഇപ്പോഴും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ലിസ്റ്റിൽ പേര് കൊടുക്കാൻ കഴിയാതെ കൂട്ടുകാർക്കൊപ്പം യാത്ര പോകാൻ കഴിയാത്ത ഒരുപാട് മക്കളുണ്ട്. അങ്ങനെ ഒരാളെ പോലും ഒഴിവാക്കരുതെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പാകുന്നില്ല. ടൂറിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരോപിച്ച് മന്ത്രിക്ക് ഒരു പരാതി പോയിട്ടുണ്ട്. ആ പരാതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്, സാർ, എൻ്റെ പേര് സായന്ത്. ഞാൻ PRWHSS കാട്ടാക്കട സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ടൂർ പോകണമെന്നത്. ടൂറിന് പേര് കൊടുത്തെങ്കിലും പോകാൻ പറ്റിയില്ല. എന്നെപ്പോലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പണമില്ലാത്തതിൻ്റെയും മറ്റു പ്രശ്നത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ. ഇതിന് ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കാതെ എല്ലാവരെയും ഒരേപോലെ നോക്കിക്കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സായന്ത് SS PRWHSS കാട്ടാക്കട. ഇനി എന്താണ് കുട്ടിക്കും രക്ഷിതാവിനും പറയാനുള്ളത് എന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ ടൂറിന് പേര് കൊടുത്ത് കുറച്ച് താമസിച്ചിട്ടായിരുന്നു. എന്നിട്ട് പേര് കൊടുത്തിട്ടും ആ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. അപ്പോൾ ഞാൻ PTA പ്രസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ പോകണില്ല, അതിന് വരെ എൻ്റെ സീറ്റ് നിനക്ക് തരാടാന്ന് പറഞ്ഞു. ആ ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ രാവിലെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ടീച്ചർ നീ ചോദിച്ചു, ടീച്ചറെ ഞാൻ എപ്പോഴും വരണം? അങ്ങനെ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ്, എടാ നീ വരണ്ടടാ എന്ന് പറഞ്ഞു. നല്ല വിഷമമായി. ഞാൻ ഒന്നും പറയാതെ തിരിച്ചിറങ്ങി വന്നു. ഇല്ല, ഇത് +2 പഠിക്കുമ്പോഴല്ലേ യാത്രയൊക്കെ പോകാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സൊത്ത് എല്ലാവരും ഒരുമിച്ചൊരു യാത്ര പോകാൻ പറ്റില്ലല്ലോ. അങ്ങരുത് ടൂറിന് കൊണ്ട് PTA പ്രസിഡന്റ് ടൂറിന് പോകാമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ എന്തോ സാഹചര്യത്തിൽ പുള്ളിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആ സീറ്റിൽ സായന്തിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേന്ന്, അതായത് 26-ാം തീയതി ഞാൻ വീണ്ടും ടൂറിൻ്റെ കാര്യം എന്തായി എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് മകൻ എന്നെ വിളിച്ച് പറഞ്ഞ്, അമ്മ ടൂർ പോകാൻ പറ്റത്തില്ല, ടീച്ചർ പറഞ്ഞ് സീറ്റ് ഫുള്ളായി, അതുകൊണ്ട് ടൂർ പോകാൻ പറ്റത്തില്ല. സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സുനിഷ അയലൂർ. ഞാൻ പെട്ടെന്ന് സ്കൂൾ കാലത്തേക്കും കോളേജ് കാലത്തേക്കും ഒക്കെ ഒന്ന് പോയി. അന്ന് കണ്ടിട്ടുള്ള കാഴ്ചകൾ, അതിനിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ ഇടപെടൽ ഉണ്ടായപ്പോൾ മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ കരുതിയെങ്കിലും ഇവിടെ എന്താണ് ഈ സ്കൂളിൽ ഈ പെർട്ടിക്കുലർ കേസിൽ സംഭവിച്ചത്? സുജ, ഇത് ഒരു കാര്യം മാത്രമല്ല, ഇതുപോലെ പലയിടത്തും ഇതേ സംഭവം തന്നെയാണ്. നിലവിലിപ്പോൾ ഇവിടെ സംഭവിച്ചിരുന്നത്, സ്കൂളിൽ സ്വാഭാവികമായും ടൂർ പോകുന്നുണ്ട്, കുട്ടികളുടെ പേര് ആവശ്യപ്പെട്ടു ആ സ്കൂളിൽ നിന്നും. അതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ കുട്ടികൾ പേര് നൽകി. പക്ഷേ ആദ്യ പേര് നൽകുന്ന 45 പേരെയാണ് ടൂറിന് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പനിയൊക്കെ ആയതുകൊണ്ടാണ് ഈ കുട്ടി അന്ന് പേര് കൊടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ പിന്നീട് തനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീച്ചറുമായി ബന്ധപ്പെടുന്നു. അപ്പോഴേക്കും പറയുന്നു, ആളുകളായി ഇനി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടിയാണ് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. പിന്നീട് PTA പ്രസിഡന്റിനെ കാണുന്നു. PTA പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് പറയുന്നു, ഞാൻ പോകുന്നില്ല, ആ സീറ്റിൽ ഈ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് PTA പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നു. പക്ഷേ അന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട്ടുകാരും ഈ കുട്ടിയും പറയുന്നത്. പക്ഷേ ആ ടൂർ പോകുന്നതിന് 26-ാം തീയതിയായിരുന്നു പോകേണ്ടിയിരുന്നത്. അതിന്റെ തലേന്ന് വിളിച്ചപ്പോഴാണ് സ്കൂളിൽ നിന്നും പറയുന്നത് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, സീറ്റ് ഒഴിവില്ല എന്നുള്ള കാര്യം പറയുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകരെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ആദ്യത്തെ 45 പേരെയാണ് കൊണ്ടുപോയിരുന്നത്. ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റായി തന്നെ നിരവധി ആളുകളുണ്ട്. അതിൽ 6ാമത്തെ ആളൊക്കെയാണ് ഈ കുട്ടി വരുന്നത് എന്നുള്ളതാണ്. 10-15 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് മാത്രം എങ്ങനെ പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ അധ്യാപകർ ചോദിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം അതല്ല സുജയ. നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് എല്ലാ കുട്ടികളെയും ടൂറിന് കൊണ്ടുപോകണമെന്നാണ്. ഇപ്പോൾ പോലും ഇത് കൊടൈക്കനാൽ, മൂന്നാർ ഭാഗങ്ങളിലാണ് ടൂർ പോകുന്നത്. 4000-ഓടടുത്ത് രൂപയാണ്. ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ 2 ദിവസത്തെ ടൂർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ആയിട്ട് ഇത്ര കുട്ടികൾ, ഇത്ര അധ്യാപകർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഓപ്പറേറ്ററുമായി തീരുമാനം എടുക്കുക. അങ്ങനെയാണ് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ 45 എന്നുള്ളത് ഇവർ നിശ്ചയിക്കുകയായിരുന്നോ? അങ്ങനെ ഒരു ബസ് മാത്രം പോകാനായിരുന്നോ തീരുമാനം? അപ്പോൾ ഈ പേര് കൊടുത്ത എല്ലാ കുട്ടികളെയും കൊണ്ടുപോകുന്നില്ല എന്നതാണോ, അതോ പേര് കൊടുക്കാൻ വൈകിയതാണോ? എങ്ങനെയാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നത്? പേര് കൊടുക്കുന്ന എല്ലാവരെയും കൊണ്ടുപോകുന്നതല്ലേ സാധാരണ സ്കൂളുകളിൽ നടക്കാറുള്ളത്?
തീർച്ചയായിട്ടും അങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് ഈ പറയുന്നത് പോലെ ടൂർ പാക്കേജ് എന്നുള്ള രീതിയിൽ 45 കുട്ടികൾ 4 അധ്യാപകർ ആ രീതിയിലായിരുന്നു, ഒരു PTA പ്രതിനിധി എന്നുള്ള രീതിയിലായിരുന്നു ബസ്സിൽ നിന്നും കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും അതായത് +2 കുട്ടികളാണ്, 120-130 മുകളിൽ കുട്ടികളുള്ള ഒരു സ്കൂൾ കൂടിയാണ് ഈ +2 ക്ലാസ്സുകളിൽ മാത്രം നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആദ്യത്തിൽ 45 പേർ പേര് കൊടുക്കുന്നു, ഈ 45 പേരെ കൂട്ടിപ്പോകാൻ തീരുമാനിക്കുന്നു. അതിനിടയിൽ പിന്നീട് ഈ വൈകിപ്പോയ കുട്ടികളൊക്കെ പിന്നീട് ഈ പേര് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും കൂട്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ മറ്റൊരു രക്ഷിതാവിനോട് സംസാരിച്ചപ്പോൾ അവരുടെ മകളും ലേറ്റായാണ് പേര് കൊടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞു 45 ലിസ്റ്റിന്റെ പുറത്തേക്കായി, അതുകൊണ്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്നു. കുട്ടി കരയുകയായിരുന്നു എന്നുള്ളതാണ് ആ രക്ഷിതാവ് പറഞ്ഞത്. ഇങ്ങനെ നിരവധി ആളുകൾ, പണമുണ്ട് പക്ഷെ കൊടുത്തിട്ടും പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, പണമില്ലാത്തതിന്റെ പേരിൽ 4000 രൂപയൊക്കെ PTA പ്രസിഡന്റ്, കാട്ടാക്കടയിലെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ഗിരീഷ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ഗിരീഷ്. എന്താണ് എല്ലാ കുട്ടികളെയും പേര് കൊടുത്തിട്ടും ടൂറിന് കൊണ്ടുപോകാതിരുന്നത്? അല്ല, ടൂർ വിഷയം എന്റെ ശ്രദ്ധയപ്പെട്ടു. ഞാനത് പ്രധാന അധ്യാപികയോട് സംസാരിച്ചു. അപ്പോ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ കുട്ടികളെ 45 കുട്ടികളായി, അതുകൊണ്ട് ഇനി കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്റെ നിലപാട് ഞാൻ ടീച്ചറോട് വ്യക്തമാക്കി. കാരണം നമ്മൾ ടൂർ പാക്കേജ് തന്ന കമ്പനി പറയുന്നത് 45 കുട്ടികളും 5 ഒഫീഷ്യൽസുമാണ് പോകേണ്ടത്. അതായത് 15 കുട്ടികൾക്ക് ഒരു എസ്കോർട്ടിംഗ് ടീച്ചറും എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ 15 കുട്ടികൾക്ക് ഒരു എസ്കോർട്ടിംഗ് ടീച്ചർ ആകുമ്പോൾ 45 കുട്ടികൾക്ക് 3 അധ്യാപകർ മതി, 2 PTA പ്രതിനിധികൾ. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ പോകാറുള്ളത്. അപ്പോൾ ഈ വർഷം ഞാൻ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സീറ്റ് ഞാൻ മാറിക്കൊടുക്കാം, പകരം ആ കുട്ടിയെ കൊണ്ടുപോകണം എന്ന് പ്രധാന അധ്യാപികയോട് സംസാരിച്ചു. പക്ഷേ ടീച്ചർ അത് മുഖവിലയ്ക്ക് എടുത്തില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടിയുടെ ചുറ്റുപാടൊക്കെ എനിക്ക് നേരത്തെ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ടും പകരം ഒരു അധ്യാപകനെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഒരു അധ്യാപികയെ കൊണ്ടുപോയത്, അത് തികച്ചും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിലും ഒരു കുട്ടിയും ടൂറിന്റെ ഭാഗമായിട്ട് വേദനിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളപ്പോൾ ഇങ്ങനെ കാണിച്ചതിൽ PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ ഗിരീഷ്, താങ്കൾ എടുത്തത് നല്ല ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ഈ പേര് കൊടുത്ത എല്ലാ കുട്ടികളെയും കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഒരുക്കാമായിരുന്നല്ലോ. പാക്കേജ് എന്ന് പറയുമ്പോൾ അതിൽ അഡീഷണലായി എടുക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ബാക്കി പേര് കൊടുത്ത കുട്ടികൾക്ക് മറ്റു കുട്ടികളും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, സാവന്ത് മാത്രമല്ല എന്നുള്ള ഒരു ന്യായമാണ് സ്കൂൾ പറയുന്നത്. അതെ, പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം, അവിടുത്തെ അധ്യാപകർക്ക് ഈ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിച്ചത് കൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആ കുട്ടിയോടൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്, അടുത്ത വെക്കേഷൻ വരുമ്പോൾ, അതായത് നമ്മുടെ ഈ ക്രിസ്മസ് അവധിക്കാലത്ത് ആ കുട്ടിയെയും കൊണ്ട് PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയുടെ പാരൻസ് അനുവദിക്കുകയാണെങ്കിൽ ആ കുട്ടിയെയും കൊണ്ട് PTA കമ്മിറ്റി ഒരു വിനോദയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കാര്യം ഞാൻ ആ കുട്ടിയുടെ പാരൻസിനെയും അവരുടെ ബന്ധു 1-2 എനിക്കറിയാവുന്ന ആൾക്കാരോട് എൻ്റെ അഭിപ്രായവും നിലപാടും ഞാൻ വ്യക്തമാക്കി. താങ്കളുടെ നല്ല നിലപാടാണ്. പക്ഷേ ആ കുട്ടിക്ക് കൂട്ടുകാർക്കൊപ്പം പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലല്ലോ ശ്രീ ഗിരീഷ്. ഇങ്ങനെ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ കൂട്ടുകാർക്കൊപ്പം പോവുക, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോവുക, പിന്നീട് ജോലി കിട്ടിയിട്ടോ ഒക്കെ വീണ്ടും സാവന്തിന് ഒരു പക്ഷേ ഇതേ സ്ഥലങ്ങളിലൊക്കെ ഇതിലും മനോഹരമായി യാത്ര പോകാൻ കഴിയും. പക്ഷേ നമ്മുടെ ആ പ്രായത്തിൽ കൂട്ടുകാർക്കൊപ്പം സഹപാഠികൾക്കൊപ്പം ഒന്നിച്ചുല്ലസിച്ച് പോകുന്ന യാത്രയുടെ ഒരു സന്തോഷം കിട്ടുമോ? അതല്ലേ ഇല്ലാതാക്കിയത് ആ സ്കൂൾ? അതെ, ആ മനസ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം പ്രധാനപ്പെട്ട അധ്യാപികയെ അറിയിച്ചത്. നിർഭാഗ്യവശാൽ ടൂറിന്റെ തലേ ദിവസം ആ കുട്ടി ബാഗ് വരെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്ന, മാമ ഇങ്ങനെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് ടീച്ചർ വിളിച്ച് പറയുന്നു. ഞാൻ നിസ്സഹായനാണ് അവിടെ. അതെ, താങ്കളുടെ നിസ്സഹായത മനസ്സിലാക്കുന്നു. പക്ഷേ താങ്കൾക്ക് പറ്റുന്ന രീതിയിൽ ഇടപെട്ടല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുക എന്നത് നമുക്ക് നോക്കാം. ഗിരീഷ് PTA പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേർന്നത്. വിനോദയാത്ര എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ വിനോദയാത്ര പോവുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ, നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ അതേ ബാച്ചിൽ പഠിക്കുന്നവർ. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിൽ കിട്ടേണ്ട സന്തോഷങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലേ നമുക്ക് കിട്ടുകയുള്ളൂ. കോളേജ് കാലഘട്ടത്തിലെ സന്തോഷങ്ങൾ മതി. അപ്പോൾ ആ ക്യാമ്പസിൽ, കലാലയത്തിൽ കിട്ടേണ്ട സന്തോഷങ്ങൾ നമ്മൾ വളർന്നു വലുതായി നമുക്ക് പണവും പദവിയും അതുപോലെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അതേ കൂട്ടുകാരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ആ സ്കൂൾ കാലഘട്ടത്തിലെ ആ ഒരു നിഷ്കളങ്കതയും അന്നത്തെ ആ ഒരു സ്നേഹവും അതൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ പോകേണ്ട സമയത്ത് തന്നെ പോകണം. പിന്നീടത്തേക്ക് മാറ്റിവെക്കപ്പെടേണ്ടതല്ല ഒരു സന്തോഷവും. അപ്പോൾ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രീ വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞതുപോലെയല്ല ഇവിടെ നടന്നത്, അതങ്ങൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യണം.